നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്ക്മീലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പബ്ജി കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ പബ്ജി കളിക്കുന്നവർക്കും പബ്ജി സ്മോക്കിനെ കുറിച്ച് അറിയാം. അതിൻ്റെ സയൻസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് അടിപൊളിയായിട്ടൊരു പബ്ജി സ്മോക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നേരെ വീഡിയോയിലേക്ക് ഇടല്ലോ, പോവല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലേക്ക് എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ H2O2 ആണ്. അതായത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മുടെ സാധാരണ വാട്ടർ എന്ന് പറഞ്ഞാൽ H2O അല്ലേ, അതിനെക്കാട്ടും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി കൂടിയൊരു സാധനമായിട്ട് ഇത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഓക്സിജനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യാനായിട്ട് നമ്മളൊരു വീക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ പബ്ജി സ്മോക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം സ്മോക്ക് ഇതിന് റിലീസ് ആവുന്നുണ്ട് നമുക്ക് അറിയണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചെറിയ ഇതിന് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീക്കറിലേക്ക് ഒഴിക്കാം കേട്ടോ. ഏകദേശം ഇത്രയും ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓക്സിജൻ തന്മാത്രം റിലീസ് ചെയ്യാനായിട്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് കുറച്ചെടുത്ത് ഇതിൽ ഇട്ട് നോക്കാം കേട്ടോ. എന്താണ് റിസൾട്ട് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇടല്ലേ, റെഡി, 1 2 3 സ്റ്റാർട്ട്. നമ്മൾ ഒന്നുകൂടി ടെസ്റ്റ് അടിക്കാൻ പോകട്ടോ. കുറച്ച് മതി, നമുക്ക് സാധനം ആവശ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇട്ടോക്കാം. അപ്പോൾ ഇടാൻ പോകട്ടോ. റെഡി, 1 2 3. നമ്മൾ പ്രതീക്ഷിച്ച അപ്പർ റിസൾട്ട് ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ വന്നിട്ട് വയ്ക്കലോ, ഇടാല്ലേ. അത്ര റിസൾട്ട് ഇതിനുള്ളിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിലുള്ള ഓക്സിജൻ തന്മാത്രയൊക്കെ അത്യാവശ്യം റിലീസായി പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള സ്മോക്ക് തന്നെയാണല്ലോ ഇതിനുള്ളിൽ ഉണ്ടായത്, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പബ്ജി സ്മോക്ക് പോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 കുപ്പിക്ക് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളിതുണ്ട് ഇതിന്റെ കാൽ ഭാഗത്തോളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പബ്ജി സ്മോക്കിലേക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 3 ബീക്കറുകൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ടിഷ്യൂലേക്ക് ഇടാം കേട്ടോ. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതൊന്ന് മടക്കി എടുക്കാം കേട്ടോ. പതുക്കെ സാവധാനം മടക്കണം കേട്ടോ. ടിഷ്യൂ പേപ്പറിന് അധികം ഇതൊന്നും ഇല്ല, കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ തന്നെ മടക്കിയിടണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും മടക്കി കൊടുക്കാം കേട്ടോ. കാരണം ഈ ലോക്കിലാണ് ഈ ടിഷ്യൂവിൽ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇത്രയ്ക്ക് ആവശ്യമില്ല, കാരണം ഇത്രയും ചെറിയ ടിന്നായതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കീറി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ടോ നമ്മുടെ ടിഷ്യൂ. ഇതേപോലെ നമുക്ക് 3 ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം, ഇതിലൊരു നൂല് ഇട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നൂല് ചുറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ സാധാരണ ടൈലറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നൂലാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു മൊട്ടുസൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ മൊട്ടുസൂചി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്രോസിന് വെച്ചിട്ട് നൂല് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ നൂലൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കെട്ടും കൂടി ഇട്ട് കൊടുക്കാം, എന്നാലും അതിനൊരു ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സാധനം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടിന്നിൽ നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു നൂല് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത സാധനം ഇതിൽ ചുറ്റി വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ ഇപ്പുറത്തെ വശത്തെ നൂല് നമുക്ക് ഇങ്ങനെ നൈസിന് വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോ കാണുന്നത് പോലെ നൈസിന് എടുക്കുക. എന്നിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഒട്ടും ആവാത്ത വിധത്തിന് ടൈറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഏകദേശം ഈ ലെവലിലാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളത്. ടിഷ്യൂ പേപ്പർ ഏകദേശം ഈ ലെവലിൽ. അപ്പോൾ നമ്മളിത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതിനുള്ളിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ വഴി എന്ത് ചെയ്യും, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിനുള്ളിലേക്ക് വീഴും. അങ്ങനെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇതിൻ്റെ പരിപാടി നടക്കുന്നത് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മളിവിടെ ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കമ്പി വെച്ച് വളച്ചുണ്ടാക്കിയതാ കേട്ടോ. ഈ പബ്ജി സ്മോക്കിൻ്റെ ഒക്കെ സൈഡിൽ കണ്ടിട്ടുള്ള ഒരു റൗണ്ട്, അതേപോലെ ഈ സ്മോക്കുകളുടെ ഒക്കെ സൈഡ് കണ്ടിട്ടുണ്ടാവും നമ്മൾ റൗണ്ടിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിൽ കൂടെ നമ്മൾ നേരത്തെ എടുത്ത നൂല് ഇതിനുള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ കടത്തി വെച്ച നൂലിൻ്റെ ഭാഗം എടുത്തിട്ട് നമുക്ക് അതിൽ കെട്ടി വെക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചു കൊടുക്കാം. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ഈ കമ്പി വലിച്ചാണ്ടല്ലോ, ഇതിനുള്ളിലുള്ള നൂല് പൊട്ടും കേട്ടോ. നൂല് പൊട്ടിയിട്ട് അതിനുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് വീടും. അങ്ങനെയാണ് ഈ സ്മോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതേപോലെ 3 സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് അടിക്കല്ലേ, റെഡി? അപ്പോൾ ഞാൻ ഈ ഹുക്ക് പിടിച്ച് വലിക്കുക കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. അടുത്തായിട്ട് നമ്മൾ 2 സ്മോക്കും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പരീക്ഷിച്ചാലോ. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇന്നത്തെ ഞങ്ങളുടെ പബ്ജി സ്മോക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഫ്രണ്ട്സ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്തില്ല ഇതേപോലെയൊക്കെ ഇരിക്കും കേട്ടോ. ചെറുതായിട്ട് കയ്യൊന്ന് പൊള്ളിയതാണ്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാനൊക്കെ. ഞാൻ എങ്ങനെ ചോറ് കഴിക്കും? മതി മതി മതി.